രാവിലെ തന്നെ എത്തിയല്ല ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്തിയെല്ലാം തിരിച്ചു കിട്ടണ്ടേ? ഇതൊന്ന് അടിയാ അടിയല്ലപ്പാ, എത്ര ചട്ടിക്ക് എത്ര പൈസ കൊടുത്തിട്ടുണ്ട്? പിന്നെ സ്ഥിരം കൊടുക്കുന്നതല്ലേ. ഏടിയല്ല എത്തണം, പുതിയ പറമ്പത്തെത്തണം, പാറക്കല്ല്, മടത്തേര, കുനിത്തില, ഒതോത്ത്, പൊതോത്ത്, ആര്യത്ത്, എത്ര സ്ഥലത്ത് പോയിട്ട്. മഞ്ചക്കണ്ടിയും മുച്ചലോട്ടും താഴത്തോട് പിന്നെ എല്ലാം പോണോ? പോണേ. ഈ ജനഗണമന തേച്ചോരെ എനിക്കിങ്ങനെ ചൊല്ല. ജനഗണമന ഫസ്റ്റിലെത്തി 2 വരി ലാസ്റ്റിലെത്തി. അത് മതി. ലോകത്തുള്ള സകല തെയ്യത്തിന്റെ പർവ്വത്തിന്റെ നമ്മളെ വികാരല്ലേ തെയ്യോ തെയ്യാ. വീട് എന്താ തെയ്യമില്ല വീട് ഏതെല്ലാം ഉള്ളതെന്ന് അറിയില്ല. ഗുളികരുണ്ട്. ഗുളികനുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ഗുളിക പൊതുവെ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ, യുവാക്കന്മാരെ തെയ്യല്ലേ. ഇവിടെ അന്നദാനമുള്ളതല്ലേ നീടെ വീട്? നീയോ? ഞാൻ വരുന്നത് പിന്നെ നമ്മള് പണ്ട് വായിലൊക്കെ ഒരു ഒമ്പിളറില്ലേ, അതെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കുറെ കോന്തന്മാരെയും കൂട്ടിട്ട് വരും. ഭർത്താക്കന്മാർ കാണുമ്പോ ഒരു സമാധാനം അല്ലേ? അത് കാണുമ്പോൾ ഒരു സുഖം. അതിന് വേണ്ടി തരും. ഈ തെയ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഈ തെയ്യത്തിന് ഈ അടി നടന്നില്ലേ, ഇക്കൊല്ലം കഴിഞ്ഞ അടിയിന്റെ ബാക്കി അടുത്തൊല്ലം ഉണ്ടാവുക. കയ്യൊന്നുണ്ടേനു? ആ കഴിഞ്ഞ നല്ല അടിയുണ്ട്. അടുത്തൊല്ലം ബാക്കിയുണ്ടോ? ചേട്ടാ ഇത് പോരാ ചേട്ടാ. ഇത് നമ്മളെ ചടങ്ങെല്ലാം വൃത്തിക്ക് ഭംഗിയായിട്ട് നടന്നതിന് ഇല്ലില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആ ഒരു ഇതെങ്കിലും തരണം. നമ്മൾ എല്ലാ ചമണിക്കാറും തീയക്കാറും പണിക്കരം ഞാൻ പറയുന്നത് ഇപ്രാവശ്യം പിരിവെല്ലാം ഭയങ്കര കുറവാണ്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഞാൻ തരും. ഇപ്രാവശ്യം പറ്റാത്തതുകൊണ്ടാണ്. സാറേ ഗാനങ്ങൾ ഇപ്രാവശ്യം സൂപ്പർ ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നിങ്ങൾ 3 പാട്ടേ പാടിയില്ലെങ്കിലേ അത് ഗംഭീരമായിട്ടുണ്ട്. അതിനങ്ങനെ വരും. നിങ്ങൾ പറഞ്ഞ പൈസനെക്കാട്ടും കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ദിവസം കൂടി വിളിക്കണം തീർച്ചയായിട്ടും. അത് നോക്കിട്ടെ, തെയ്യക്കാരന് പൈസ കൊടുക്കുന്നില്ല, ഗാനമേളക്കാരൻ നോക്കിയിട്ട് കൊടുത്തിട്ട് കാറിൽ കൊണ്ടാക്കും. കാണാൻ തെയ്യം കാണാൻ എന്നുള്ള പേരല്ലേ ഉള്ളൂ. ആള് തേച്ച് ഗാനമേള കാണാനല്ലേ. അവർ ഉറക്കം കഴിഞ്ഞിട്ട് അവരെല്ലാം പൈസ ഫുള്ളായിട്ട് കൊടുക്കണം. തെയ്യല്ലേ ക്ഷേത്രത്തിൽ വേണ്ടതില്ല. പക്ഷേങ്ങളില്ലേ തെയ്യക്കാരന് കൊടുത്തില്ലെങ്കിൽ ഗാനമേളക്കാരന് എന്തായാലും കൊടുക്കണം. 3 പാട്ട് പാടിയല്ലോ 1 ലക്ഷം റുപ്യ. എന്താ പറയുന്നത്? അതെന്തായാലും ഗാനമേളക്കാരൻ എന്തായാലും പറ്റും. ഗാനമേള കാണാനല്ലേ ആൾ കംപ്ലീറ്റ്. അത് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അയാൾ ഉറക്കം വെച്ചിട്ട് എത്ര? അത് പറഞ്ഞിട്ട് കാലം ഗാനമേള അയാൾ ആകെ 7000 തെയ്യപ്പറമ്പിൽ ഗാനമേളയല്ലേ ശരി ഒന്നും അറിയാണ്ടിങ്ങനെ അടുത്ത